ഹലോ ഗൈസ്, രാവിലെ തന്നെ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പം നമുക്കവിടെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ നല്ല മഴക്കോളുണ്ട്, ഇപ്പം പെയ്യും എന്ന രീതിയിൽ മഴക്കോളം നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ പുതുതായിട്ട് വരുന്ന വഴി കേട്ടോ. വീട്ടിനടുത്തുള്ളവരൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. നല്ല ഒരു സ്ഥലമാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകും. നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ. ഇതാ നമ്മൾ ചായ എടുത്ത് വെറും ചായയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഗ്ലാസ്സിലൊക്കെ അങ്ങ് ഒഴിച്ച് നല്ല രസമുണ്ട്. നല്ലൊരു ചൂടാറിയ ഒരു ചായ കുടിച്ചിട്ടാവും ഫസ്റ്റ് ഡേ നമുക്കൊന്ന് തുടങ്ങുന്നത്. ജസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ നന്നായിട്ട് തേങ്ങയൊക്കെ ചിരുകി നീ വീഡിയോ എടുക്കുന്ന കൊള്ളാം എന്ന രീതിയിൽ അമ്മ രാവിലെ കഴിപ്പൊക്കെ തുടങ്ങി പൂച്ചക്കുട്ടികളായിട്ടൊക്കെ നല്ല രസത്തിൽ ഇരിക്കുകയാണ്. പുട്ടാണ് കഴിക്കണതേ. മാത്രമല്ല രാവിലെ ഫുൾ ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. പപ്പ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ഫുഡൊക്കെ വയ്ക്കും. തൈര്, ചമ്മന്തി, അവിയൽ, ചോറ്, പിന്നെ ഉണക്കമീൻ. പിന്നെ അമ്മ ഉണക്കമീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരും. എത്തി നമ്മുടെ സണ്ണി. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പൂച്ചയാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ വീട്ടിലാണ്. നോക്കിയെടുത്ത് എന്താണ് വീഡിയോ എടുക്കുകയാണ്. ഞാനും ഒന്ന് വീഡിയോയിൽ യൂട്യൂബിൽ ഞാനൊന്ന് കയറട്ടെ എന്നൊക്കെ രീതിയിൽ അവൻ നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സാണ് ഈ ഒരു കറുമ്പനും ഒരു കറുമ്പയും. ഇവള് നമ്മുടെ നാട്ടിൽ നല്ല ഫേമസ് ആണ്. അവളുടെ ശരീരം മൊത്തം നല്ല രോമമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പേർഷ്യൻ കാറ്റഗറി അതുപോലെ എണീച്ച് നമ്മുടെ കുട്ടി. ഇതാണ് എൻ്റെ മോള്. ഞാനീന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവൾ അന്തം വിട്ട് നോക്കുകയാണ്. അമ്മ രാവിലെ വീഡിയോ എടുക്കുകയാണ്. ബാമ്മ നമുക്ക് പോയി പല്ലി വെച്ചിട്ട് വരാം, ബാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കാം. ഞാനും എൻ്റെ മോളും കൂടെ പല്ലിയൊക്കെയാണ്. നമുക്ക് രാവിലെ ഒന്ന് അമ്പലം വരെ പോകണം. അതുകൊണ്ട് സ്പീഡിനൊന്ന് പല്ലിയൊക്കെയാണ്. പെട്ടെന്ന് റെഡിയായി നമുക്ക് അമ്പലത്തിൽ പോകാൻ മോളെ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പല്ല് തേച്ച് വൃത്തിയാക്കിയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുക തന്നെയാണ്. അപ്പം നമുക്ക് റെഡിയാവാം. റെഡിയായി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. എൻ്റെ കൂടെ അമ്പലത്തിൽ വരുന്ന ഞാനി, അമ്മ. ഞാനീ ഒരു ഹായ് ഓട് എന്ന് പറഞ്ഞപ്പോൾ ഞാനീ ഒരു ഹായ് എന്ന് കേട്ടാ അമ്പലത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത് അമ്പലത്തിൽ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇരുന്നത് കേട്ടോ. എത്തി. കയറിക്കോ, ആള് കയറിക്കോ. ആള് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാനും അമ്മയും ഞാനിയും കൂടെ, നമ്മൾ മൂന്നുപേരും കൂടെയാണ് അമ്പലത്തിൽ പോണത്. ശാർക്കര അമ്പലം എത്തി ഗൈസ്. നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ ഒരു അമ്പലമാണ് ശാർക്കര ചിറയൻകീഴത്തെ ശാർക്കര ക്ഷേത്രം. വലിയൊരു പറമ്പ് തന്നെയാണ് ശാർക്കര അമ്പലത്തിലുള്ളത്. ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ കയറുന്ന. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നവിടെ ലക്ഷാർച്ചനയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്കി തന്നെയാണ്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ അമ്പലത്തിൽ നിന്ന് ലക്ഷാർച്ചന ഉണ്ടെന്ന്. അപ്പം നമ്മുടെ അമ്പലമൊക്കെ ഇതാണ് നമ്മുടെ ശാർക്കര ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ കയറുന്ന സൈഡാണിത്. നല്ലൊരു അമ്പലം, പുരാതനമായൊരമ്പലം. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കൊടിമരം. മഴ ചാറിക്കൊണ്ട് നിൽക്കുകയാണ്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. നല്ല അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ഭദ്രകാളി ദേവി ഇരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഇതാണ്. ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ലക്ഷാർച്ചന ആയതുകൊണ്ട് നല്ല ആളായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ശാർക്കര പറമ്പ്. ഞാൻ അവിടെ നിന്ന് ആ പറമ്പ് മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാത്തവർക്കായി ഇത് കാണാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ് എൻ്റെ അമ്മായി അമ്മ. ആളൊരു പ്രത്യേക വൈബാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മളെ കൂടെയൊക്കെ അങ്ങ് പോകും. ഞാനിതാ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട് കേട്ടോ. അതിന് അടുത്തോട്ട് പോകാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് ശ്രീ ശാർക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഹനുമാൻ്റെ ക്ഷേത്രം തൊട്ടപ്പുറത്തായിട്ടുണ്ട്. നമ്മൾ അവിടെ കയറി തൊഴുതു. അപ്പോഴാണ് ഒരു ആനക്കുട്ടനെ നമ്മൾ അവിടെ വെച്ച് കണ്ടത്. ആനക്കുട്ടനും പാപ്പാനും കൂടെ പ്ലാവിൻ്റെ അവിടെ നിന്ന് ശിഖരങ്ങളൊക്കെ ഒടിച്ച് പ്ലാവിലിനി ആന കഴിക്കുമെന്ന് എനിക്കറിയില്ല, കഴിക്കുമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ചക്കയൊക്കെ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് അവൻ ശിഖരങ്ങൾ ഒടിച്ചൊടിച്ച് അവിടെ ഇടുന്നുണ്ട്. നല്ലൊരു രസിക ആനക്കുട്ടൻ തന്നെയായിരുന്നു. എല്ലാവരും അവനെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം അന്തം വിട്ട് ആന എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്.
നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാനും. അവൻ ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ ആനക്കുട്ടനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. ഇതാ അവൻ വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യം പോയി വീണ്ടും വന്നു, വീണ്ടും അവൻ. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഇതാണ്. നെക്സ്റ്റ് നമ്മൾ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തി നല്ല മഴയൊക്കെ പെയ്ത് ഇലകളിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന, നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ നല്ല വെള്ളമുണ്ട്. കാടായതുകൊണ്ട് ഇലകളിലൊക്കെ വെള്ളം വന്ന് ഇരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മെസ്സി പ്രാന്തി എൻ്റെ വീട്ടിലുണ്ട്. അവൾക്ക് അപ്പോഴീ ഉടുപ്പ് വേണം എന്നും പറഞ്ഞ് നമ്മൾ ആ മേടിച്ചുകൊണ്ട് വന്നു. അതിട്ടതിൻ്റെ ഒരു സ്റ്റൈൽ കാണിക്കുകയാണ്. കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. ഇങ്ങനെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിരിക്കുകയാണ്. ബൈ ഗായ്സ്. ഓക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളോട്